ഞാൻ ആക്ച്വലി പൂനെന്ന് ഇതിനായിട്ട് വന്നതാണ്. ബിക്കോസ് നോർത്തിൽ ഇതിൻ്റെ റിലീസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ 93 ശ്രീകുമാർ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളീയത്തിൽ കണ്ടു. പക്ഷേ ഇവർ മാറ്റിനോ റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് സൂപ്പറാണ്. അതിൻ്റെ ഓഡിയോ 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മേരും കൂടെ പോയി കണ്ടു. അതും ഒരു ഓലപ്പുര ആയിട്ടുള്ള ഒരു തിയേറ്റർ, കാട്ടാക്കടയായിരുന്നു. കാട്ടാക്കട ഇപ്പോൾ ആ തിയേറ്ററില്ല, അതെല്ലാം അടച്ചു പൂട്ടി. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പെർഫെക്റ്റ് റീക്രിയേഷൻ എന്ന് തന്നെ പറയാം. മൺചിത്രത്താഴല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ, അടിപൊളിയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. അത് അങ്ങനെ മലയാളത്തിൻ്റെ എവർഗ്രീൻ ക്ലാസിക് ചിത്രം മൺചിത്രത്താഴ് നീണ്ട 30 വർഷത്തിന് ശേഷം 4K റീമാസ്റ്റർ വെർഷൻ തിയേറ്റർ വന്നിരിക്കണം. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിറങ്ങുന്ന പ്രശ്നം ചോദിച്ചു നോക്കാം. അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗൂസ് ബംസ് ആണ്. പൊളിയാണ്, എല്ലാവരും മസ്റ്റ് വാച്ചാണ്. അടിപൊളിയായിരുന്നു. കാരണം എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് മൺചിത്രത്താഴ്. അന്നും ഇന്നും എന്നും. ഞാൻ ജനിക്കണതിന് 1 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ്. അപ്പോൾ ലാലേട്ടനായിരുന്നാലും ശോഭനായിരുന്നാലും വീണ്ടും കാണണമെന്ന് ആഗ്രഹത്തിൽ വന്നതാണ്. ഒരു 100 വട്ടത്തിൽ കൂടുതൽ ടി വിയിലായിരുന്നാലും ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ കണ്ടിട്ടുള്ള പടമാണ്. ബട്ട് അത് ഇന്നും എന്നും എവർഗ്രീൻ ക്ലാസിക് തന്നെയാണ് മോളിവുഡിൻ്റെ. ഞാൻ ആക്ച്വലി എനിക്ക് എൻഡ് ആയപ്പോൾ ഉണ്ടല്ലോ കണ്ണും തെറിഞ്ഞു പോയി. കുറേ ലെജൻഡറി ആക്ടേഴ്സ് നമ്മളെ വിട്ടുപോയി, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആക്ച്വലി പൂനെന്ന് ഇതിനായിട്ട് വന്നതാണ്. ബിക്കോസ് നോർത്തിൽ ഇതിൻ്റെ റിലീസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡയറക്ടർ ലാൽ സർ എന്നെ ക്രോസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു സ്ട്രൈക്കായി. ഹി വാസ് ദ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടർ ഫോർ ദിസ് ഫിലിം. സോ ആ സമയത്ത് ഫാസിൽ സാർ അല്ലാതെ സിബി സാറും പ്രിയദർശൻ സാറും സിദ്ദിഖ് ലാൽ സാറും കൂടെ കംപ്ലീറ്റ് ചെയ്ത ഒരു മൂവിയാണ്. എല്ലാം ഇത്രയും ലെജൻഡറി ആൾക്കാർ ചെയ്ത് വെച്ച ഒരു പടമാണ്. ആൻഡ് ഇത്രയും ലെജൻഡറി ആർട്ടിസ്റ്റ് നമ്മുടെ മോളിവുഡിലെ ആ സമയത്തുള്ള ഏറ്റവും ലെജൻഡറി ആർട്ടിസ്റ്റ് ആരും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഉണ്ടായിരുന്നത്. സോ എനിക്ക് ഇത്രയും ഒരു വേറെ ലെവൽ വർത്തായി ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ കേട്ടു ജർമ്മനിയിൽ നിന്ന് ഡോക്ടർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് റീ റിലീസായിട്ട്. സോ എന്തുമാത്രം ഒരു പൊട്ടൻഷ്യൽ ഈവൻ ടുഡേ ഇൻ ബോളിവുഡ് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോഴും പൈസ ഉണ്ടാക്കുന്നത്. സോ എത്രമാത്രം പൊട്ടൻഷ്യൽ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര വേറെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇനിയില്ല. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പെർഫെക്റ്റ് റീക്രിയേഷൻ എന്ന് തന്നെ പറയാം. ഇത് വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയത്, നമ്മൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. സോ ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. 100% അവർ ആ ഒരു ഒറിജിനൽ അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്നു. ഏതെങ്കിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാ. ഇപ്പോൾ ഇതിൽ നല്ല ഓഡിയോവും പിന്നെ റീമാസ്റ്ററിങ് ഒക്കെ നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഉണ്ട്. ആ ഓഡിയോ ഒക്കെ പേടിയാവുന്ന സീനൊക്കെ നല്ലതായിരുന്നു. മലയാളത്തിലെ ബെസ്റ്റ് മൂവി തന്നെ പറയാം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി, എടുത്ത് പറയണ്ടല്ലോ. സൂപ്പർ. തിയേറ്ററിൽ ഇവർ 4K ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റീ റെക്കോർഡിങ് അത് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പ്രോബ്ലമായിട്ട് തോന്നി. ബാക്കിയൊക്കെ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. എല്ലാവരുടെയും ഫേവറേറ്റ് മൂവി അല്ല, അതുകൊണ്ട് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അടിപൊളി. മണിച്ചിത്രത്താഴ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സൂപ്പർവാ. നമ്മൾ ടി വി കൂടെ കാണുന്ന പോലെയല്ല, തിയേറ്ററിൽ കൂടെ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇഷ്ടമായി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതൊരു എവർഗ്രീൻ ക്ലാസിക്കാണ് പടം. അപ്പോൾ നമുക്കത് ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ടി വിയിൽ ഒരുപാട് ഇല്ല ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ബോറടി എന്നുള്ളതില്ല. ഓരോ തവണ കാണുമ്പോഴും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി തന്നെയാണ് കാണുന്നത്. എക്സ്പീരിയൻസ് കിട്ടില്ല. ഞാൻ 93 ശ്രീകുമാർ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളീയത്തിൽ കണ്ടു. പക്ഷേ ഇവർ മാറ്റിനോ റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് സൂപ്പറാണ്. അതിൻ്റെ ഓഡിയോ ട്രാക്ക് ഭയങ്കര എഫക്റ്റാണ് അറ്റ്മോസിലോട്ട്. അതായത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് മോണോ ആയിരുന്നു, അതായത് മോണോ ട്രാക്കാണ്. പക്ഷേ ഇത് അറ്റ്മോസിന് വേണ്ടി ഇവർ ഒരുപാട് റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. പഴയ ട്രാക്കൊക്കെ അത് സൂപ്പറായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഭയങ്കര ഓരോ ഡയലോഗിനും തിയേറ്ററിൽ കിട്ടുന്ന കൈയടി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എത്രയോ പ്രാവശ്യം ഈ സിനിമ എല്ലാവരും കണ്ടു കാണും. ടി വിയിൽ എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയും ടി വിയിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇതൊരു കിടിലൻ ഒരു വെറൈറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല. എന്താ പറയില്ല, ഒരു ടൈംലെസ് ക്ലാസിക്കാണ് മലയാളത്തിൽ. അതിനൊരു കിടിലൻ ട്രിബ്യൂട്ട് തന്നെയാണ് ഈ ഒരു റിലീസ്. തിയേറ്ററിൽ തന്നെ ഒന്നും കൂടെ വന്ന് കണ്ടാൽ കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ടൈംലെസ് ക്ലാസിക്. കണ്ണും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇത് ശോഭനയുടെ സിനിമയാണ് മൺചിത്രത്താഴെന്ന് തോന്നണം.
ടി വിയിൽ ഒത്തിരി വട്ടം കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഭയങ്കര മാജിക്കലായിരുന്നു. ഒന്നും കിട്ടുന്നില്ല വാക്ക്. ഏറ്റവും ഭയങ്കര നല്ലതാണ്. വീഡിയോ ക്വാളിറ്റി എല്ലാം ഉണ്ട്. ഇത് കുറച്ചും കൂടെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു. പിന്നെ പൊതുവെ നല്ല രസമുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ മറന്നുമായിരുന്നു. ഇപ്പം കണ്ടപ്പം കുറച്ചും കൂടെ നല്ല രസമുണ്ട്. ബോറടിക്കത്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ തന്നെ കേട്ടോ, പോയി കാണണം. രോമാഞ്ചം. മണിച്ചിത്രത്താഴല്ലേ, എത്ര കണ്ടാലും മതിയാവില്ല. സീരിയസ് ആയിട്ട് നല്ല രസമായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയിലെ ടി വിയിലെ കണ്ടതിനെക്കാട്ടിലും ഇതിനെ കണ്ടപ്പോൾ കാണുന്നു. മണിച്ചിത്രത്താഴല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ. അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അത് അങ്ങനെ എക്സ്പീരിയൻസ് തന്നെ അറിയണം. നല്ല ക്ലാരിറ്റി, നല്ല ക്വാളിറ്റി ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. നല്ലതായിരുന്നു. നല്ലതായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 4K റീമാസ്റ്ററിനൊക്കെ വലിയ സ്ക്രീനിൽ ഭയങ്കര നമ്മളെല്ലാം കണ്ട വളരെ സിനിമയാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പീരിയൻസ്, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ടി വി കാണുന്ന പോലല്ല, കുറച്ചുകൂടെ ഒരു ബെറ്റർ അനുഭവമാണ് 4K കാണുമ്പോൾ. കാരണം നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊന്നോട് അതിനെ വന്നൊന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നല്ല പടം തന്നെയാണ്. എല്ലാവരും കണ്ട പോലെ തന്നെ. പിന്നെ ഭയങ്കര നൊസ്റ്റാൾജിയുള്ളൊരു ഫീല് കിട്ടും. ഭയങ്കര എക്സ്പീരിയൻസ്. സൗണ്ടും വിഷ്വൽസ് എല്ലാം കിട്ടില്ല തന്നെയാണ്. അടിപൊളിയായിട്ടാണ്. കാരണം എനിക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടെ ഉള്ളതാണ്. ഞാൻ അന്ന് 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മേരെയും കൂടെ പോയി കണ്ടു. അതും ഒരു ഓലപ്പുര ആയിട്ടുള്ള ഒരു തിയേറ്റർ, കാട്ടാക്കടയായിരുന്നു. ഇപ്പോൾ ആ തിയേറ്ററില്ല, അതെല്ലാം അടച്ചു പൂട്ടി. ഇപ്പോൾ പക്ഷേ ഈ 4Kയിൽ വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട്. കാരണം ഞങ്ങളുടെയൊക്കെ ആ സമയത്ത് ഇവിടെ സിറ്റിയിൽ 100 ദിവസം പൂർത്തിയായിട്ടാണ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ തിയേറ്ററിൽ വരുന്നത്. അത്രയും കാലം വെയിറ്റ് ചെയ്ത് നമ്മൾ കണ്ട സിനിമയായിരുന്നു. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ലെജൻസ് ഇപ്പം നമ്മളോട് ഇല്ലാത്ത അവരെല്ലാം വീണ്ടും ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രത്യേക അവർ ഇല്ലാത്തതിൻ്റെ ഒരു നഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ആയപ്പം ഇപ്പോഴാണ് ശരിക്കും ആ മണിച്ചിത്രത്താഴ് സിനിമ അതിൻ്റെ ഒരു ശരിക്കുള്ള എക്സ്പീരിയൻസ് കിട്ടിയത് ഇപ്പോഴാണ്. കണ്ടിട്ടുണ്ട്, കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ്. ഞാൻ ബ്രദറുമായിട്ടാണ് പോയത്. നല്ലൊരു അടിപൊളിയായിരുന്നു. ഓഡിയൻസിൻ്റെ റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ചില സീനൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്നിട്ട് കൈയടിക്കുമെന്ന്. പക്ഷേ അങ്ങനെ നല്ല രസമായിരുന്നു. പണ്ട് അത് കൊള്ളായിരുന്നു. മൂവി കൊള്ളാം. നമ്മൾ എപ്പോഴും കണ്ട് മറന്ന സ്റ്റോറിയാണ്. ഈ തിയേറ്ററിൽ കാണാൻ പറ്റിയതുകൊണ്ട് ഒത്തിരി സന്തോഷം.